എന്താണെന്നറിയില്ല, വല്ലാത്ത ക്ഷീണം, ഒന്നും ചെയ്യാനൊരു ഉഷാറ് കിട്ടുന്നില്ല, എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കാനും കിടക്കാനോ തോന്നുകയാണ്. ഇങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരാളാണോ? അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരാളാണോ? പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് വലിയ വില കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ പറയുന്ന ക്ഷീണം അകാരണമായിട്ട്, എന്താ കാരണം എന്നറിയാത്ത ക്ഷീണം പല രോഗങ്ങളുടെയും ആദ്യത്തെ ഒരു വാർണിംഗ് സൈൻ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെയാണ്. എന്താണ് ഇങ്ങനെയുള്ള അകാരണമായിട്ടുള്ള ക്ഷീണത്തിന്റെ കാരണങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ നോക്കുന്നത് ഏതൊക്കെ അസുഖങ്ങളുടെ ഇനീഷ്യൽ വാർണിംഗ് സൈനായിട്ട് നമ്മുടെ ശരീരം നൽകുന്ന സൂചനയായിട്ട് ഇത്തരത്തിലുള്ള ക്ഷീണം വരാം എന്നുള്ളതാണ്. ആദ്യം ഞാൻ പറയുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 കാരണങ്ങൾ അധികവും കാണുന്നത് സ്ത്രീകളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനെ നമ്മൾ അവഗണിക്കരുത് എന്നുള്ളത്. ഒന്നാമത്തെ കാരണം അനീമിയ അഥവാ വിളർച്ച. എന്താ സ്ത്രീകളിൽ കൂടുതൽ കാണാനുള്ള കാരണം? സ്വാഭാവികമായിട്ടും അവരുടെ മാസക്കുളി, മെൻസ്ട്രേഷൻ, എല്ലാ മാസവും ഒരു ബ്ലഡ് ലോസ് ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പലപ്പോഴും സ്ത്രീകൾ ഈ ബ്ലഡ് ലോസ്, മെനറേജിയ എന്ന് പറയും, ഓവറായിട്ട് ബ്ലഡ് നഷ്ടപ്പെടുക പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ ഫൈബ്രോയിഡ്, മുഴകൾ, ഗർഭപാത്രത്തിൽ മുഴകളുള്ള സ്ത്രീകൾക്ക് അങ്ങനെ വരാം. ധാരാളം കാരണങ്ങൾ കൊണ്ട് മെനറേജിയ, അതായത് കൂടുതൽ ബ്ലഡ് ലോസ് വരാം. ഇപ്പോഴും ചില സ്ത്രീകളൊക്കെ അതിനൊക്കെ ഒരു കൺസൾട്ടേഷൻ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് മടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അനീമിയ ആണുങ്ങളെക്കാൾ കൂടുതൽ കാണുന്ന സ്ത്രീകളിലാണ്. അതിന്റെ ലക്ഷണമായിട്ട് ഇനീഷ്യലി വരുന്നതും അകാരണമായിട്ടുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നറിയാത്ത ഇത്തരത്തിലുള്ള ക്ഷീണമാണ്. സോ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത്, ഇതും സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം, അതായത് നമ്മുടെ ശരീരത്തിൽ തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി. അപ്പോൾ ഇത്തരത്തിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കാണുന്നത് ക്ഷീണമാണ്. പക്ഷേ എങ്കിൽ പോലും ഹൈപ്പോ തൈറോയിഡിസം കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ രണ്ടാമത്തെ കാരണം തൈറോയ്ഡ് ഹോർമോൺ ഡെഫിനറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. മൂന്നാമത്തേത് ഡയബറ്റിസ്, പ്രമേഹം. ഇത് പ്രത്യേകിച്ച് ആൺപെൺ വ്യത്യാസമൊന്നും ഉണ്ടോ തോന്നുന്നില്ല, എല്ലാവർക്കും ഡയബറ്റിസിന്റെ, പ്രമേഹ രോഗത്തിന്റെ ഇനീഷ്യൽ വാർണിംഗ് സയൻസുകളിൽ ഒന്നാണ് അകാരണമായിട്ടുള്ള ക്ഷീണം. അതിന്റെ കൂടെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവുക, കൂടുതലായിട്ട് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോവുക, അതുപോലെ തന്നെ ഭയങ്കര ദാഹം, ഭയങ്കര വിശപ്പ്, ഇതെല്ലാത്തിൻ്റെ കൂടെ തന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഹീമോഗ്ലോബിൻ നോക്കണം, തൈറോയ്ഡ് നോക്കണം, അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1cയും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറും യൂറിൻ ഷുഗറും ഒക്കെ നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. നാലാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിനുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ധാരാളം കാരണങ്ങൾ കൊണ്ട് വരാം. ഹാർട്ട് ഫെയിലിയർ, ഏറ്റവും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാർഡിയോമയോപ്പതി, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ തടി കൂടിയിട്ട് പ്രോപ്പറായിട്ട് ഹൃദയത്തിന് മിടിക്കാൻ പറ്റാത്ത ധാരാളം കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒരു കാരണം മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഹൃദയം പ്രോപ്പറായിട്ട് പമ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് നമുക്ക് ക്ഷീണം വരും. കാരണം രക്തം എല്ലായിടത്തും വേണ്ടത്ര എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പലപ്പോഴും എക്സേഷണൽ ഡിസ്നി, അതായത് ശ്വാസം മുട്ടൽ, നമുക്ക് കിടക്കാൻ പറ്റാത്ത ഓർത്തോപ്നി, അങ്ങനെ പല പല ലക്ഷണങ്ങൾ കൂടെ വരാട്ടോ. കൈക്ക് കാലിന് നീര് വെക്കുക, എടിമ ഉണ്ടാവുക, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു എക്കോ നോക്കുക, ECG എടുത്ത് നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത കോസ് പറയുന്നത് സ്ലീപ്പ് ആപ്നിയ. നിങ്ങൾക്കറിയാം പല കാരണങ്ങളുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, നമ്മൾ ഇതിന് മുമ്പ് അതിൻ്റെ ഒരു ടോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല കാരണങ്ങളും കൊണ്ട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഒബീസിറ്റി, ഭയങ്കരമായിട്ടുള്ള ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ശ്വാസം മുട്ടി അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളിലും നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ വളരെ ഗ്ലൂമി ആയിട്ട്, വളരെ ടയർഡായിട്ടായിരിക്കും എണീക്കുക. ഒരു ഹോൾ ഡേ നമുക്ക് അവർക്ക് ആ രീതിയിൽ പ്രോപ്പറായിട്ട് ഉഷാറായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ലീപ്പ് ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ കാരണം, ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ പറയുന്നത് ഒബീസിറ്റിയാണ്, പൊണ്ണത്തടിയാണ്. അത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഒരു സ്ലീപ്പ് സ്റ്റഡി നടത്തുന്നത്, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു സ്ലീപ്പ് സ്റ്റഡിയാണ് നിങ്ങൾ അതിനെ നടത്തേണ്ടത്. അടുത്തത് ലങ്സ്. നമുക്കറിയാലോ, നമുക്ക് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 അവയവങ്ങളാണ് പ്രോപ്പറായിട്ട് നന്നായി വർക്ക് ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ ശ്വാസകോശം, ഒന്ന് നമ്മുടെ ഹൃദയം. ഇപ്പോൾ ഹൃദയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്വാസകോശം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഓക്സിജൻ എത്താത്തത് മൂലം നമുക്ക് ഈ രീതിയിൽ ക്ഷീണം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പല ക്രോണിക് ലങ് ഡിസീസസ്, അതുപോലെ തന്നെ ബ്രോങ്കിയൽ ആസ്മ, അങ്ങനെയുള്ള പല അസുഖങ്ങളിൽ അപ്പോൾ ലങ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കതിന് പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ ലെവൽ നോക്കണം, എക്സ്റേ എടുത്ത് നോക്കണം, അതുപോലെ തന്നെ സ്പൈറോമെട്രി എന്ന് പറയുന്ന നമ്മുടെ ലങ് കപ്പാസിറ്റി അളക്കാനുള്ള പല ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ബാക്കിയുള്ള ലക്ഷണങ്ങളും കൂടി അനുസരിച്ചിട്ടായിരിക്കും. എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാന്നുള്ളതല്ല, നിങ്ങളുടെ ബാക്കി ലക്ഷണങ്ങളും കൂടി നോക്കി ഇതെല്ലാം ആവശ്യമായി വന്നേക്കാം. രക്ത ടെസ്റ്റുകളും അതുപോലെ തന്നെ അല്ലാതെയുള്ള ഇപ്പോൾ എക്സ്റേ പോലെയുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ HRCT ടെസ്റ്റ്, CT തൊറാക്സ്, അങ്ങനെ പല ടെസ്റ്റുകളും നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മെഡിക്കൽ റീസൺസ്. ഇനിയും ധാരാളം മെഡിക്കൽ റീസൺസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ക്യാൻസറിൽ, ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ബ്ലഡ് ക്യാൻസർ പോലെയുള്ള ചില ക്യാൻസറുകളിലൊക്കെ ക്ഷീണം മാത്രമായിരിക്കും രോഗിക്ക് ആദ്യമായിട്ട് വരിക.
ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങളുടെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രോഗങ്ങളാണ് ഞാനൊരു 5-6 ഞാൻ ലിസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തതാണ് മാനസിക പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള ധാരാളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇവരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു ഉഷാറില്ലായ്മയാണ്. ക്ഷീണം, ഉഷാറില്ലായ്മ, അവർക്ക് ജോലിക്ക് പോകാൻ തോന്നില്ല, അവർക്ക് രാവിലെ എഴുന്നേക്കാൻ തോന്നില്ല, പല്ല് തേക്കാൻ പോലും തോന്നില്ല, ഇങ്ങനെ കിടക്കാൻ തോന്നും. അപ്പോൾ ഒന്നിനും ഒരു ഉഷാറ് കാണിക്കാതെ എപ്പോഴും ഒതുങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ എപ്പോഴും മെഡിക്കൽ അസുഖങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് മാനസികമായിട്ടുള്ള മെന്റൽ പ്രോബ്ലംസും. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരിക്കലും മടിക്കാതെ, അത് നിങ്ങൾക്കായാലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരിക്കലും മറന്നു പോയരുത്, മാനസിക പ്രശ്നങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് അകാരണമായിട്ടുള്ള ഈ പറയുന്ന ക്ഷീണം കാണാവുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണ്. മെഡിക്കൽ കണ്ടീഷൻസ് മാത്രം നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, എല്ലാം നോർമലായിരിക്കും. അപ്പോൾ എന്തായിരിക്കാം കാരണം? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. ഒന്നാമത്തേത് സ്ലീപ്പ്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാലോ, അധികം ആളുകൾക്കും, കുട്ടികൾക്കാവട്ടെ വലിയ ആളുകൾക്കാവട്ടെ, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. സോ സ്ട്രെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലിഭാരം കൊണ്ടായിരിക്കാം. ഇനി ഏറ്റവും കോമൺ ആയിട്ട് ഇതൊന്നുമല്ല, മൊബൈലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. രാത്രി ലേറ്റ് നൈറ്റ് വരെ മൊബൈൽ കാണുക, TV കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പലർക്കും നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല. സോ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊളാവും. പ്രോപ്പറായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്ന പ്രോപ്പർ റിലാക്സേഷനും റെസ്റ്റുമാണ്. അതെല്ലാവർക്കും, കുട്ടികൾക്കാവട്ടെ വലിയ ആളുകൾക്കാവട്ടെ, ഒരു മിനിമം 6 hours സൗണ്ട് സ്ലീപ്പ് എല്ലാവർക്കും ആവശ്യമാണ്. സോ ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾ നടപടികൾ ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ പോയി നിങ്ങൾ കാണുക വേണം. ഉറക്കക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അല്ലെങ്കിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് അതിന് കാരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലീഫിനുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. രണ്ടാമത്തേത് പ്രോപ്പറായിട്ട് ഡയറ്റ് ഇല്ലായ്മ. ധാരാളം ഡെഫിഷ്യൻസീസ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അയൺ ഡെഫിഷ്യൻസി. നിങ്ങൾക്ക് പ്രോപ്പർ ഡയറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, വൈറ്റമിൻ ഡി വേണ്ടത്ര കഴിക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള അയൺ, ഇരുമ്പ് സത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, വൈറ്റമിൻ B12, ഈ പറയുന്ന എല്ലാ ഡെഫിഷ്യൻസികളും നിങ്ങൾക്ക്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് ഫറ്റീഗ് അഥവാ ക്ഷീണമായിട്ട് കാണാറുണ്ട്. സോ ഇതെല്ലാം ഉള്ള ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള അഡിക്ഷൻസ്, അത് ആൽക്കഹോളിക്സ് ആവാം, അല്ലെങ്കിൽ സ്മോക്കിംഗ് ആവാം. ഇതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, ഒരു ക്ഷീണം, ഏത് സമയത്തും ക്ഷീണം. നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ പറയുന്ന ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, മദ്യപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവർക്ക് ഏത് സമയത്തും അവരെ നിങ്ങൾ ഊർജ്ജസ്വലമായിട്ട് കാണുകയില്ല. എപ്പോഴും അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ക്ഷീണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേറൊരു കാര്യം. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ്, ഫിസിക്കൽ ട്രെയിനിങ് ഇല്ലാത്ത ആളുകൾ, അതായത് ഒട്ടും തന്നെ, അതായത് ഇരുന്നിടത്തുനിന്ന് അനങ്ങാത്ത ആളുകൾ, അങ്ങനെയുള്ള മടിയന്മാർക്കും എപ്പോഴും ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ ഉള്ളതാണ് ജിമ്മിൽ പോയി ഓവറായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടും നല്ലതല്ല. ഓവറായിട്ട് പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതല്ല, ഒട്ടും ചെയ്യാതിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഒരു മിനിമൽ ഒരു 45 minutes to 1 hour എങ്കിലും ഒരു ദിവസം മിനിമലായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കാരണവും നിങ്ങൾക്ക് വിട്ടുമാറാത്ത ക്ഷീണം ഉണ്ടാവാം. സോ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയും ഈ പറയുന്ന പോലെ വിട്ടുമാറാത്ത ക്ഷീണം, ഊർജ്ജസ്വലരല്ലാതെ ഇരിക്കുക, എപ്പോഴും ഒന്നിലും ഒരു ഉഷാറില്ലാതിരിക്കുക, അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ റീസൺസ് ആണോ, അതോ സൈക്കോളജിക്കൽ റീസൺസ് ആണോ, അതോ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണോ, ഇത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്രയും വേഗം കാരണം കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ബൈ.